ഷെയർ 100 കോടി ഷെയർ കഴിഞ്ഞ വർഷം മാത്രമല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു മലയാള ചിത്രവും നിർമ്മാതാവിന് 100 കോടി രൂപ കൊടുത്ത ഒരു മലയാള ചിത്രം ഉണ്ടായിട്ടില്ല. നിർമ്മാതാവിന് പിന്നെ ആർക്ക്? നിർമ്മാതാവിന് 100 കോടി രൂപ കിട്ടിയ ഇന്ന് വരെ മലയാളത്തിലെ ഒരു ചിത്രം ഉണ്ടായിട്ടില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ നിവേദനം കൊടുക്കുന്നതല്ലേ, എല്ലാ പ്രാവശ്യം അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ. 30% ടാക്സ് കൊണ്ട് എവിടെങ്കിലും ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്ത് പോവുമോ? ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്ത് പോകില്ല. അത് കൊടുത്താലും സർക്കാർ തികച്ചും അവഗണനയാണ് നമ്മളോട്. ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി തകർന്നടിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിയിരിക്കുക. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെമ്യൂണറേഷൻ. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷനാണ്. വളരെ വലിയൊരു ഭീകരാവസ്ഥയാണ്. ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിൻ്റെ 10 ഇരട്ടിയാണ് അത് ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ. അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമിതമായ പ്രതിഫലമാണ് ഇവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഫലം കുറയ്ക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. അപ്പം ഇതെല്ലാം